സംയോജിത പോഷക പരിപാലനം എങ്ങനെയാണെന്ന് പറഞ്ഞു തരികയാണ് ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്രത്തിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ സൂസൻ ജോൺ. ഡോക്ടർ സൂസൻ ജോണുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്. ഡോക്ടർ സൂസൻ, പരിപാടിയിലേക്ക് സ്വാഗതം. മാഡം, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം സംയോജിത പോഷക പരിപാലനമാണ്. മിക്ക കാര്യങ്ങളും നമ്മൾ ഈ ഒരു വേർഡ് യൂസ് ചെയ്യാറുണ്ട്, സംയോജിത കീടനിയന്ത്രണം, സംയോജിത വളപ്രയോഗം. അപ്പം ഈ ഒരു സംയോജിത പോഷക പരിപാലനം, ഈ ഒരു വാക്കിൽ നിന്ന് നമ്മൾ എന്തുവാണ് മനസ്സിലാക്കേണ്ടത്? ശരിക്കും പറഞ്ഞാൽ സംയോജിതം എന്ന് പറയുമ്പോൾ 3 ഘടകങ്ങൾ തമ്മിൽ അതിനെ 3നെയും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചെടികൾക്കും മണ്ണിനും ആവശ്യമുള്ള പോഷക മൂലകങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടും അതിനകത്ത് ഉദ്ദേശിക്കുന്ന 3 ഘടകങ്ങൾ. ഒന്നെന്ന് പറഞ്ഞ് ജൈവവളം, 2 രാസവളം, 3 ജൈവാണുവളം. ഇത് 3ഉം കൂടെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൃഷി രീതി അല്ലെ വളപ്രയോഗ രീതിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ മണ്ണിനെയും അതുപോലെ തന്നെ ചെടിക്കും ആവശ്യമുള്ള പോഷക മൂലകങ്ങൾ ഈ ഒരു പരിപാലന രീതിയിലൂടെ ലഭ്യമാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മെച്ചപ്പെട്ട വിളവും കിട്ടും, നമ്മുടെ മണ്ണിന്റെ ഫലപുഷ്ടത അതും നല്ലപോലെ മെയിൻറ്റെയിൻ ആയിട്ടിരിക്കും. അപ്പൊ മേഡം പറഞ്ഞു ഇതിന് 3 ഘടകമുണ്ട്. ആദ്യത്തെ പ്രധാനപ്പെട്ട ജൈവവളം. അപ്പൊ ജൈവവളം ഇല്ലാതെ എന്ത് രാസവളം പ്രയോഗിച്ചാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബെനിഫിറ്റ് അല്ല, അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. ഇപ്പൊ കിഴങ്ങുവർഗ്ഗങ്ങൾ മണ്ണിലാണ് ഉണ്ടാവുന്നത്. അപ്പൊ മണ്ണിന്റെ ഭൗതിക ഗുണങ്ങൾ നന്നായിരിക്കണം. ജൈവവളം പ്രയോഗിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് മണ്ണിന്റെ ഭൗതിക ഗുണങ്ങൾ നല്ലതാക്കും. അപ്പൊ ഇപ്പം കിഴങ്ങുവർഗ്ഗങ്ങൾക്കാണെങ്കിലും നമ്മൾ ജൈവവളം കൊടുക്കുന്നത് വഴി മണ്ണിന്റെ ഭൗതിക ഗുണം മെച്ചപ്പെടുത്തുമ്പോഴത്തേന് ഈ ട്യൂബർ ഡെവലപ്മെന്റ് അല്ലെ ട്യൂബറിന്റെ ബൾക്കിങ് ഇതെല്ലാം നമുക്ക് ഒരു പരിധി വരെ നമുക്കതിനെ കുറച്ചുകൂടെ നന്നാക്കാൻ പറ്റും. ഈ ഭൗതിക ഗുണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഭൗതിക ഗുണം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണിന്റെ ടിൽത്ത് എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ആ ഒരു അവസ്ഥ, അതിന്റെ ഘടന. ഓരോ മണ്ണിലും അടങ്ങിയിരിക്കുന്ന പല പല ഘടകങ്ങളുണ്ട്. സാൻഡ്, സിൽറ്റ്, ക്ലേ എന്നൊക്കെ നമ്മൾ പറയും. ഇതിന്റെയൊക്കെ പ്രൊപ്പോർഷനെയാണ് നമ്മൾ അതിന്റെ ടെക്സ്ചർ എന്ന് പറയും. ഇതാണ് ഭൗതിക ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനം, മണ്ണിന്റെ ഘടനയും മണ്ണിന്റെ ടെക്സ്ചർ. അപ്പൊ ഈ സ്ട്രക്ചറും ടെക്സ്ചറും കഴിഞ്ഞ് അടുത്തതാണ് എയറേഷൻ, എയർ. പിന്നെ അതുപോലെ തന്നെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, വെള്ളം എത്ര മാത്രം അതിന് നിലനിർത്താൻ കഴിയും. അങ്ങനെ പല ഘടകങ്ങളെയും നിയന്ത്രിക്കാനായിട്ട് ഈ ജൈവവളത്തിനാണ് അതിന് കഴിയുന്നത്. അപ്പം ആ ജൈവവളം പ്രയോഗിക്കുന്നത് വഴി നമ്മൾ എപ്പോഴും പറയും നൈട്രജൻ എന്ന് പറയുന്ന ഒരു മൂലകം ലഭിക്കുമെന്ന് നമ്മൾ പറയാം. നൈട്രജൻ മൂലകം ലഭിക്കുന്നത് സെക്കൻഡറിയാണ്. അതിനെക്കാട്ടിലും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ഭൗതിക ഗുണം മെച്ചപ്പെടുത്തുക. കൃഷിക്കാരൊക്കെ പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന ജൈവവളം എന്ന് പറയുന്നത് ചാണകം അല്ലെ, ഉണക്കിപ്പൊടിച്ച ചാണകം. പക്ഷെ അത് കിട്ടാനായിട്ട് വളരെ പ്രയാസമാണ്. കാരണം നമ്മളിപ്പോൾ അർബൻ ഫാമിംഗ് ഒക്കെ കൂടുതൽ വരുന്ന ഈ കാലയളവിൽ നമുക്ക് ചാണകം നമ്മുടെ സ്ഥലത്ത് കിട്ടാൻ പ്രയാസം. അതിനാണ് നമ്മൾ ഒത്തിരിയും വർഷത്തെ ഗവേഷണ ഫലത്തിൽ നമുക്ക് കിട്ടിയ ഒരു പ്രധാനപ്പെട്ട അറിവാണ് നമ്മൾ പയർ കൃഷി ചെയ്തിട്ട് അതിനെ മണ്ണിൽ ഉഴുത് ചേർക്കുക എന്നുള്ളത്. അപ്പം നമുക്കറിയാം ചാണകത്തിൽ 0.5% നൈട്രജനെ അടങ്ങിയിട്ടുള്ളൂ. അതേപക്ഷം പയറിലാണെങ്കിൽ 3 മുതൽ 5%, ഏകദേശം 8 മുതൽ 10 ഇരട്ടി നൈട്രജൻ ഈ പയർ നമ്മൾ കൃഷി ചെയ്ത് അതിനെ മണ്ണിൽ ഉഴുത് ചേർക്കുന്നത് വഴി കിട്ടുന്നു, കൂടെ കിട്ടുന്നുണ്ട്. വളരെ ചീപ്പാണ് വില വെച്ച് നോക്കുവാണെങ്കിലും. പിന്നെ അതുപോലെ തന്നെ മണ്ണിന്റെ താഴോട്ടുള്ള ഭാഗത്ത് ബന്ധനാവസ്ഥയിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മൂലകങ്ങളിൽ പ്രത്യേകിച്ചും പൊട്ടാസ്യത്തെ മൊബിലൈസ് ചെയ്യാൻ ഇങ്ങനെ പയർ കൃഷി ചെയ്യുന്ന വേരുകൾക്ക് പറ്റുമെന്നാണ് പറയുന്നത്. ലഭ്യമായ അവസ്ഥയിൽ കൊണ്ടുവരാൻ പറ്റും. ഇപ്പം ചേന, ചേമ്പ്, കാച്ചിലെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചേനയൊക്കെ നടുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഇടയുണ്ടല്ലോ, ആ ഇടയിൽ പയർ വിതയ്ക്കുക. ഇപ്പം ചേന ഒരു 10-45 ദിവസം മേളിൽ കയറി വരുമ്പോഴത്തേന് അതിൻ്റെ കാച്ചിലായാലും എന്തായാലും ആ സമയം കൊണ്ട് ഇത് നന്നായിട്ട് വളരും. അപ്പോൾ അതിനെ നമ്മൾ പിഴുത് നമുക്ക് ഇതിൻ്റെ മൂട്ടിലോട്ടങ്ങ് അണച്ചു കൊടുത്താൽ മതി. പക്ഷെ കപ്പ, മരച്ചീനിയിലാണെങ്കിൽ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ നടുന്നതിന് മുമ്പ് തന്നെ ഏപ്രിൽ പകുതിയാവുമ്പം നമ്മൾ പയറങ്ങ് വിതയ്ക്കും. വിതച്ചിട്ട് ഒരു 45-60 ദിവസം ആകുമ്പോഴത്തേന് മരച്ചീനി നടാറാവും. അതായത് ജൂൺ മാസത്തിലൊക്കെയാണല്ലോ നമ്മൾ നടുന്നത്. ആ സമയമാകുമ്പോഴത്തേന് ഈ പ്ലോട്ടിൽ ഇതിനെ അങ്ങ് ഈ പറഞ്ഞ പോലെ ഉഴുത് ചേർക്കും. അത് കാരണം ക്രോപ്പ് അവിടെ ഇല്ല, നമ്മൾ പിന്നാണ് മരച്ചീനി നടുന്നത്. പ്രധാന ഘടകമായിട്ട് നമുക്ക് ഈ ജൈവവളം എന്ന് പറയുന്നത് മണ്ണിന്റെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ നമുക്ക്. പിന്നെ നമ്മൾ വേറൊരു കാര്യം നമുക്കറിയാം, ഇപ്പോൾ ഒത്തിരി ജൈവവളങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കമ്പോസ്റ്റുകൾ, കൊയർപ്പിത്ത് കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ്, അർബൻ കമ്പോസ്റ്റ്, പോപ്പ് സ്ക്രീൻ, ഇതെന്ന് പറഞ്ഞു ഇഷ്ടം പോലെ കമ്പോസ്റ്റുകളുണ്ട്.
ചകിരി കമ്പോസ്റ്റും വെർമി കമ്പോസ്റ്റും ഒക്കെ ഞങ്ങളിതിലും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇതും നല്ലതാണ്. പക്ഷെ നമ്മൾ എക്കണോമിക്സ് നോക്കുമ്പം ഇപ്പം തന്നെ ഈ വെർമി കമ്പോസ്റ്റിനും ഇതിനൊക്കെ ഏകദേശം ഒരു 12 മുതൽ 15-20 രൂപ വരെ ഒരു കിലോയ്ക്ക് വിലയുണ്ട്. അപ്പം ചാണകത്തെക്കാട്ടിലും വില കൂടിയ സാധനമാണ്. പക്ഷെ അപ്പം അതുകൊണ്ട് നമുക്കൊരു എക്കണോമിക് ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അതെ ഇതിന് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം വളരെ ചീപ്പ്, എക്കോ ഫ്രണ്ട്ലി, എക്കണോമിക് ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് ഈ പറയുന്ന പയർ ചെയ്യുന്നത്. അതാണ് ഏറ്റവും നല്ലൊരു പ്രാക്ടീസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് രാസവളം. അപ്പോൾ ഈ രാസവള പ്രയോഗമൊക്കെ നമ്മൾ പണ്ടെന്ന് പറഞ്ഞാൽ ആകെ ഇടുന്നത് യൂറിയ. കൃഷിക്കാരോട് നമ്മൾ എത്ര പറഞ്ഞാലും അവരാകെ ഇടുന്നത്, കാരണം അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, അവർക്ക് അങ്ങനെ ഒരു അറിവേ ഉള്ളൂ. ഇപ്പം കൂടുതൽ ഇങ്ങനെ അറിവുകളൊക്കെ വന്നപ്പോൾ അവർക്ക് അറ്റ്ലീസ്റ്റ് ഫോസ്ഫറസും പൊട്ടാസ്യവും പ്രധാന മൂലകങ്ങളായി ഈ 3 മൂലകങ്ങളൂടെ ചേർത്തിടണം എന്നുള്ളൊരു വിവരമൊക്കെ ഇപ്പോൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ മണ്ണ് പരിശോധനയുടെ പ്രസക്തി അവിടെയാണ് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മണ്ണറിഞ്ഞ് വളം ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ മണ്ണിൽ എത്രമാത്രം ഉണ്ടെന്നറിഞ്ഞിട്ട് അതിനനുസരിച്ച് നമുക്ക് ഈ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ മണ്ണിൽ ഫോസ്ഫറസിൻ്റെ അളവ് വളരെ കൂടുതലാണ്. നമ്മുടെ കേരളത്തിലെ മണ്ണിൽ 80% വളരെ ഉയർന്ന അളവിൽ ഫോസ്ഫറസ് ഉണ്ട്. പക്ഷെ കൃഷിക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വളവേതാ? ഫാക്ടം ഫോസ്. ഓൾറെഡി അതിനകത്ത് മണ്ണിൽ ഫോസ്ഫറസ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഫോസ്ഫറസ് കുറച്ച് ഉപയോഗിച്ച്, ഇപ്പം റെക്കമെൻഡേഷൻ POP തന്നെ ഇപ്പം കുറച്ച് പറഞ്ഞിട്ടുണ്ട്. മണ്ണിലെ ഫോസ്ഫറസിൻ്റെ അളവ് വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ റെക്കമെൻഡഡ് ഡോസിൻ്റെ, അതായത് 25% ഒരു മെയിൻ്റനൻസ് ഡോസായിട്ട് കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. പക്ഷേ പൊട്ടാസ്യം എന്ന് പറയുന്ന മൂലകം ഏത് വിളകൾക്കായാലും നമുക്ക് ഒരു തരത്തിലും ഒഴിവാക്കാൻ പറ്റില്ല. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, പൊതുവേ നമ്മൾ പറയുവാണെങ്കിൽ കേരളത്തിലെ മണ്ണിലൊരു 150-160 ആ ഒരു റേഞ്ചിലേ പൊട്ടാസ്യം ഉള്ളൂ. പക്ഷേ ഈ വിളകൾക്കെല്ലാം ഏറ്റവും ആവശ്യമുള്ള മൂലകമാണ് പൊട്ടാസ്യം. അതിൻ്റെ വളർച്ചയ്ക്ക് വേണം, വിളവിന് വേണം, ഗുണമേന്മയ്ക്ക് വേണം, മണ്ണിലെ വെള്ളത്തെ പിടിച്ചു നിർത്തുന്നതിനെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലകമാണ്. രോഗപ്രതിരോധത്തിന് വേണം, ഇതിനെല്ലാം വേണ്ട മൂലകമാണ് പൊട്ടാസ്യം. അപ്പം അതുകൊണ്ട് പൊട്ടാസ്യം നമുക്ക് ഒരു തരത്തിലും ഒരു വിളയ്ക്കും നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ല. മധുരക്കിഴങ്ങെന്നൊക്കെ പറയുന്ന ആ വിളകളെ നോക്കുകയാണെങ്കിൽ നൈട്രജൻ പൊട്ടാസ്യം ബാലൻസ് വളരെ പ്രധാനം. നമ്മൾ ഇടുന്ന വളത്തിൻ്റെ നൈട്രജൻ പൊട്ടാസ്യം ബാലൻസ്. അതുപോലെ ചേമ്പ്, വെട്ടുചേമ്പ്, നമ്മൾ കൂടുതൽ നൈട്രജൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മധുരക്കിഴങ്ങും ഈ പറഞ്ഞ വെട്ടുചേമ്പും ഒക്കെ ഭയങ്കരമായിട്ട് അങ്ങ് വളരും. കണ്ടിട്ടില്ല നമ്മൾ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന ചേമ്പ്? പക്ഷെ ഇതിനകത്ത് ട്യൂബർ ഫോർമേഷനും ട്യൂബറൈസേഷനും ഒക്കെ വളരെ കുറവായിരിക്കും. മധുരക്കിഴങ്ങിനും ചേമ്പിനും ഒക്കെ പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. നന്നായിട്ട് വളർന്നു നിൽപ്പുണ്ടായിരുന്നു, പക്ഷെ അതിനകത്തൊന്നും കിഴങ്ങ് വന്നില്ല എന്ന്. അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യപ്പരോട് നമ്മൾ പറയും, നമ്മൾ ഈ NK ബാല് നല്ല വളക്കൂറുള്ള നൈട്രജനുള്ള മണ്ണാണെങ്കിൽ നമ്മൾ പിന്നെ അതിനകത്ത് കൂടുതൽ ജൈവവളങ്ങളോ നൈട്രജൻ ചേർന്ന രാസവളങ്ങളോ ഇടരുത്. പക്ഷെ ആ സ്ഥാനത്ത് നമ്മൾ പൊട്ടാസ്യം കൊടുക്കുക. കപ്പയ്ക്ക് നമുക്ക് കയ്പ്പ്, അതിൻ്റെ ഒരു കയ്പ്പുണ്ടല്ലോ, ആ കയ്പ്പ് കൂടാനും ഈ നൈട്രജൻ കാരണമാകും. പക്ഷെ നമുക്ക് പൊട്ടാസ്യം കൊടുത്തുകൊണ്ട് നമുക്കിതിനെ കുറയ്ക്കാൻ പറ്റും. അതായത് ഈ ട്യൂബറിൻ്റെ ആയാലും ഏത് വിളകളുടെ ആയാലും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമുള്ള ഒരു മൂലകമാണ് പൊട്ടാസ്യം. ഇപ്പം തന്നെ കപ്പയിൽ സ്റ്റാർച്ച് കൂട്ടാൻ നമുക്ക് പൊട്ടാസ്യം ഇട്ടാൽ കൂട്ടും. അതുപോലെ കട്ട് കുറയ്ക്കാൻ, പക്ഷേ നൈട്രജൻ കൂടുതൽ കൊടുത്താൽ കട്ട് കൂടും. അതുപോലെ തന്നെ നമുക്കറിയാം ലൈം ചെയ്യുക എന്ന്. നമ്മുടെ മണ്ണ് ആസിഡ് മണ്ണാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് ലൈം ചെയ്തുകൊണ്ട് കൃഷി ചെയ്താൽ pH നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കാൽഷ്യം എന്ന് പറയുന്ന മൂലകം മണ്ണിന് കൊടുക്കാൻ പറ്റും. എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ആണെങ്കിൽ ഞാൻ പറയും, ലൈം ചെയ്ത് നമ്മൾ കൃഷി ചെയ്യുന്നത് നമ്മുടെ മണ്ണിൻ്റെ ആരോഗ്യത്തെ നമുക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ ലൈം ചെയ്ത മണ്ണിൽ നോക്കിയാൽ മണ്ണിര കാണാൻ പറ്റും. ഇപ്പം ഒരു മഴ പെയ്ത് കഴിയുമ്പോഴൊക്കെ പണ്ട് ഇഷ്ടംപോലെ മണ്ണിരയെ കാണാൻ പറ്റും. ഇപ്പം നമുക്ക് അത്രയും കാണാൻ പറ്റത്തില്ല, കാരണം മണ്ണിൻ്റെ ആരോഗ്യം കുറഞ്ഞു വന്നു. ഏത് വിളയാണെങ്കിലും നമ്മൾ കുമ്മായം ഇട്ടിട്ട് ചെയ്യുക എന്ന് പറയുന്നത് ആ മണ്ണിനെ നമുക്ക് ഒന്നുകൂടെ ആരോഗ്യപരമായി പുഷ്ടിപ്പെടുത്തുന്ന ഒരു പ്രാക്ടീസാണ്. അതിപ്പോൾ കുമ്മായം മാർക്കറ്റിൽ കിട്ടും, ഡോളമൈറ്റ് എന്ന് പറയുന്ന സാധനം കിട്ടും, അതുപോലെ പോളിഹാലൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും. കുമ്മായം എന്ന് പറയുമ്പോൾ ഒരു മൂലകമേ ഉള്ളൂ, കാൽഷ്യം മാത്രം. ഡോളമൈറ്റ് എന്ന് പറയുമ്പോൾ കാൽഷ്യം, മഗ്നീഷ്യം ഉണ്ട്. ഈ പോളിഹാലൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഉൽപ്പന്നം, 1 കിലോ 35 രൂപ. അതിനകത്ത് പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ 4 മൂലകങ്ങളും ഉണ്ട്.
ഇതിൽ പൊട്ടാസ്യവും കാൽഷ്യവും മഗ്നീഷ്യവും നമ്മുടെ മണ്ണിന് അത്യന്താപേക്ഷിതമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സൂക്ഷ്മ മൂലകങ്ങളും മൈക്രോ ന്യൂട്രിയൻ സൂക്ഷ്മ മൂലകങ്ങളിൽ ഇപ്പൊ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മൂലകമാണ് ബോറോൺ. അയൺ, മാംഗനീസ്, കോപ്പറിന് ഒരു ആവശ്യമില്ല നമ്മുടെ മണ്ണിൽ. സിങ്കിന് ചില സ്ഥലങ്ങളിൽ ആവശ്യമുണ്ട്. പക്ഷെ ബോറോൺ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു മൂലകമാണ് ഈ ബോറോൺ എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ചും ഈ ബോറോണിന്റെ അഭാവം ചെടികളുടെ ഉൽപ്പന്നത്തെയാണ് ബാധിക്കുന്നത്. ഇപ്പോൾ കിഴങ്ങ് വർഗ്ഗങ്ങളിലാണെങ്കിൽ കിഴങ്ങിനെ മരച്ചീനി വെടിച്ച് കീറും, അല്ലെങ്കിൽ മധുരക്കിഴങ്ങാണെങ്കിൽ നമ്മൾ കണ്ടിട്ട് പൊട്ടിക്കീറും, എന്നിട്ട് അതിൻ്റെ മാംസം ഒരുമാതിരി തടി പോലെ ആയിപ്പോവും. ഇപ്പം നമ്മൾ വാഴയിലൊക്കെ കണ്ടിട്ടില്ലേ, മേളത്തെ നാമ്പ് പുറത്തു വരത്തില്ല. അതുപോലെ തന്നെ കായ പൊട്ടിക്കീറും. തെങ്ങിലാണെങ്കിൽ ഒരു കൊലയെ തന്നെ വലിയ തേങ്ങയും കാണും, കുഞ്ഞു തേങ്ങയും കാണും. വെള്ളയ്ക്ക പൊഴിയുക. ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള മൂലകങ്ങളുടെ അപാകത കൂടുതൽ ഈ ഉൽപ്പന്നങ്ങളെ ബാധിക്കുന്നില്ല. നമ്മളൊരു വിധത്തിൽ നമ്മൾ നോക്കിയാൽ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. അതേപക്ഷെ ബോറോൺ എന്ന് പറയുന്ന മൂലകം നമ്മൾ ശ്രദ്ധിച്ചാൽ അത് പ്രധാനമായിട്ട് അതിൻ്റെ ഉൽപ്പന്നങ്ങളെയാണ്, പ്രൊഡ്യൂസിനെ. ഇപ്പം വഴുതനയിലായാലും തക്കാളിയിൽ ഇതിലെല്ലാം ഈ ബോറോണിൻ്റെ അഭാവം വരുമ്പോൾ ഇത് പൊട്ടിക്കീറി കളയും. ഞാൻ പറഞ്ഞല്ലോ, കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ഇതുപോലെ തന്നെ, പ്രത്യേകിച്ചും നമ്മൾ കണ്ടിട്ടുള്ളത് മരച്ചീനിയിലും മധുരക്കിഴങ്ങിലും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാർക്കറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പ്രയാസം വരും. ബോറോൺ എങ്ങനെയാണ് കൊടുക്കുന്നത്? നമ്മുടെ ബോറോൺ നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കാം. മണ്ണിലും കൊടുക്കാം, ഫോളിയറായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ബോറോൺ കൊടുക്കുമ്പോൾ കാൽഷ്യവും കൂടെ കൊടുക്കുന്നത് വളരെ നല്ലത്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴുള്ള ഇഫക്റ്റാണ് തന്നെ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നല്ലൊരു ഇഫക്റ്റ് നമുക്ക് കിട്ടുന്നത്. ബോറോണിൻ്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അപാകത ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് മണ്ണ് പരിശോധിക്കുമ്പം. അപ്പോൾ അങ്ങനെ ഒരു മണ്ണിൽ ആ പരിശോധന വഴി നമുക്ക് മനസ്സിലാകുവാണെങ്കിൽ നമ്മൾ നടുന്ന സമയത്ത് തന്നെ, അതായത് നമ്മുടെ കൃഷി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മണ്ണിൽ കൊടുക്കുന്നത് ഏറ്റവും നല്ലത്. അതല്ല, കുറച്ചുകൂടെ അങ്ങോട്ട് കഴിഞ്ഞ് നമ്മൾ ഈ അപാകത ലക്ഷണം കാണാനായിട്ട് നോക്കരുത്. വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഈ പ്രൊഡ്യൂസിനെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രോപ്പ് പോയി കഴിഞ്ഞ്. അപ്പോൾ അല്ലാതെ തന്നെ നമ്മൾ ഫോളിയറായിട്ട് അല്ലെങ്കിൽ ഇലകളിലും തളിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഈ ഒരു INMന്റെ അല്ലെങ്കിൽ നമ്മുടെ സംയോജിത പോഷക പരിപാലനത്തിന്റെ മൂന്നാമത്തെ ഘടകം വേണം സൂചിപ്പിച്ചത് ജീവാണുവളങ്ങളാണ്. നമുക്കറിയാമല്ലോ, അത് ബയോ ഫെർട്ടിലൈസർ നമ്മൾ പറയും. ഈ ബയോ ഫെർട്ടിലൈസറിനകത്ത് പ്രധാനമായിട്ട് മൂന്ന് തരത്തിലുള്ള ജൈവാണുവളങ്ങളുണ്ട്. ഇപ്പം നൈട്രജൻ ഫിക്സർ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ നൈട്രജനെ ഫിക്സ് ചെയ്ത് ചെടികൾക്ക് ലഭ്യമാക്കാൻ കഴിവുള്ളവ. പിന്നെ അതുപോലെ തന്നെ ഫോസ്ഫറസ് സോലിബിളൈസർ, ഫോസ്ഫറസ് ഫിക്സേഷനുള്ള മണ്ണ്. നമ്മുടെ കേരളത്തിലെ ലാറ്ററൈറ്റ് വെട്ടുകൽ മണ്ണെന്ന് പറയുന്നത് ഫോസ്ഫറസ് എന്ന് പറയുന്ന മൂലകം ബന്ധനാവസ്ഥയിൽ കിടക്കുന്നത്. പക്ഷേ നമ്മുടെ മണ്ണിൽ അമ്ല ഗുണമുള്ള മണ്ണാണ് കേരളത്തിൽ. അപ്പോൾ ഈ അമ്ലത കൊണ്ട് ഈ ഫിക്സ് ചെയ്ത് കിടക്കുന്ന ഫോസ്ഫറസ് പതുക്കെ ഇങ്ങനെ അലിഞ്ഞ് ചെടിക്ക് ലഭ്യമാകുന്ന രീതിയിലാകുന്നുണ്ട്. അപ്പം ഈ ഫിക്സ് ചെയ്ത് കിടക്കുന്ന ഫോസ്ഫറസിനെ നമുക്ക് ലഭ്യമാക്കുന്ന രീതിയിൽ ഒട്ട് മാറ്റാൻ പറ്റിയ ജൈവാണുവളമാണ് പി സോലിബിളൈസർ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ മൂന്നാമതെന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട പൊട്ടാസ്യം ഇതുപോലെ തന്നെ പൊട്ടാസ്യം സോലിബിളൈസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ജൈവാണുവളമുണ്ട്. ഈ തരത്തിലുള്ള ജൈവാണുവളങ്ങളെല്ലാം കൂടെ ഒരു കൺസോർഷ്യം പോലെയുള്ള ബയോ ഫെർട്ടിലൈസർ നമ്മുടെ വെള്ളായണി അഗ്രികൾച്ചർ കോളേജിൽ, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറിൻ്റെ ബയോ ഫെർട്ടിലൈസർ ലാബുകളിൽ ഇതെല്ലാം നമുക്കവിടെ ലഭ്യമാകും. അപ്പോൾ എന്താണ് ഈ ജൈവാണുവളം ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് ചോദിച്ചാൽ, രാസവളം ഉപയോഗിക്കുന്നതിൻ്റെ അളവ് നമുക്കൊരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഈ ജൈവാണുവളം ഉപയോഗിച്ച് എത്രമാത്രം രാസവളത്തെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അല്ലെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് ഗവേഷണം നടത്തിയിട്ടുണ്ട്. ചേനയിലൊക്കെ എത്രമാത്രം ഈ ജൈവാണുവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ എത്രമാത്രം നൈട്രജൻ കുറയ്ക്കാം, എത്രമാത്രം ഫോസ്ഫറസ് കുറയ്ക്കാം, എത്രമാത്രം പൊട്ടാസ്യം കുറയ്ക്കാം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോന്നും വേറെ ഇത് ഒരുമിച്ച് ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് അപ്പോൾ എത്രമാത്രം കുറയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ ബയോ ഫെർട്ടിലൈസറിലെ ജൈവാണുവളം ഉപയോഗിക്കുന്നത് വഴി നമുക്ക് രാസവളം ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കാം. അതുപോലെ തന്നെ മണ്ണിലെ ഈ അണുക്കളുടെ, അതായത് ഈ ഉപയോഗപ്രദമായ ന്യൂട്രിയൻ്റ് പോഷക മൂലകങ്ങളെ കൂടുതൽ ശക്തമാക്കുന്ന രീതിയിലുള്ള ഈ ജൈവാണുക്കളെ നമുക്ക് മണ്ണിൽ അതിൻ്റെ പോപ്പുലേഷൻ, അതായത് അതിൻ്റെ അളവ് അല്ലെ അതിൻ്റെ സംഖ്യ നമുക്ക് കൂടാനും അതൊരു കാരണമാവുന്നത് വഴി നമുക്കറിയാമല്ലോ, ഏത് മണ്ണിലും നമ്മൾ വളം ഇട്ടാൽ അതിനെ
ഡീകമ്പോസ് ചെയ്ത് അത് ചെടിക്ക് വലിച്ചെടുക്കുന്ന രീതിയിലാക്കുന്നത് ആരാ? സൂക്ഷ്മജീവികൾ ആണല്ലോ. എത്ര ജൈവവളമായാലും രാസവളമായാലും മണ്ണിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് പ്രയോജനപ്രദമായി അതിനെ ചെടിക്ക് വലിച്ചെടുക്കുന്ന രീതിയിൽ ആക്കുന്നത് സൂക്ഷ്മജീവികളാണ്. അപ്പം നമ്മളിങ്ങനെയുള്ള ബയോ ഫെർട്ടിലൈസർ ഇടുന്നത് വഴി നമ്മൾ ആ ഒരു പ്രവർത്തനവും കൂടുതൽ ത്വരിതപ്പെടുത്തുന്നു. അപ്പോൾ അതാണ് ഈ ബയോ ഫെർട്ടിലൈസറിലെ ജൈവാണുവളം ഉപയോഗിക്കുന്നതിൻ്റെ വേറൊരു ഗുണം. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചെയ്യുന്നത് വഴി രാസവളം ഉപയോഗിക്കുന്നതിൻ്റെ തോത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. രാസവളം ഉപയോഗിക്കുന്നതിൻ്റെ തോത് കുറയ്ക്കുന്നതോടൊപ്പം മണ്ണിൻ്റെ ആരോഗ്യം നമുക്ക് വർദ്ധിപ്പിക്കാനും സാധിക്കും. അപ്പോൾ മാഡം താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും ലളിതമായിട്ട് തന്നെ നമ്മുടെ കർഷകർക്ക് സംയോജിത പോഷക പരിപാലനം എങ്ങനെയാണ് ചെയ്യുന്നത് 3 ഘടകങ്ങളുണ്ട്, അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി. താങ്ക് യു.